ആക്ടർ സുധീലക്ഷ്മിന്റെ വീട് എവിടാ സുധീലക്ഷ്മിന്റെ വീട്ടില് നമുക്ക് ഇതാണ് ഇത്രയും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട 2 കലാകാരികളുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ സുധീലക്ഷ്മിയുടെയും അമ്മയുടെയും വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കണ്ണൂർ ജില്ലയിൽ സിഗണ്ടായം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് അവർ പോകുമ്പോൾ കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെല്ലേക്കൊണ്ട് കുത്തിപ്പിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു കാഴ്ചയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, നമ്മളെ പിള്ളേരുണ്ട്, ഞാൻ ഇവിടെ കണ്ടുപിട്ടിയതാണ്. എന്നാ പേരൊക്കെ പറഞ്ഞ എല്ലാവരോടും. അഭിനവ്, ഋത്തിക്, യദുകൃഷ്ണൻ. ഓക്കെ എല്ലാവരും പറഞ്ഞോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സുധീലക്ഷ്മിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എവിടെ വീട് എങ്ങോട്ടാ ശരിക്കും എങ്ങോട്ടാ വരുവാ? എവിടാ? അതെ, ആളെ അറിയുന്നല്ലേ? അറിയുന്നല്ലേ? കണ്ടിട്ടില്ലേ? ഫിലിമൊക്കെ കണ്ടിട്ടല്ലേ? ഫിലിമിലൊക്കെ കണ്ടല്ലേ? ഓക്കെ, ചാനൽ അറിയില്ല, കണ്ടിട്ടില്ലേ? എല്ലാവരും സബ് ചെയ്തിട്ടുണ്ടാ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ അങ്ങോട്ടൊന്ന് പോവാം. ഏകദേശം ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ലേ? ഇവിടെ നേരെ ഇങ്ങോട്ടേക്കല്ല, ഈ ഒരു ഏരിയ അല്ലേ? അങ്ങോട്ടേക്കല്ലേ? അപ്പൊ എല്ലാവരും ബൈ. ഓക്കെ, ബൈ. എല്ലാവരും പറഞ്ഞു. ഓക്കെ, ശരി. അപ്പോൾ ഇപ്പം ഞാനുള്ളതാണ് നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന കേട്ടോ നമ്മുടെ സുധീലക്ഷ്മിൻ്റെ വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കൊരു ചെറിയ കാഴ്ച നമുക്കൊന്ന് ആദ്യം കാണാം. ഓക്കെ, ആളുണ്ടോ നോക്കാം. ഇവിടെ പോകുന്നതാണ് നമ്മുടെ ആക്ട്രസ് സുധീലക്ഷ്മിയുടെ അമ്മയും വലിയൊരു നടി കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു കാഴ്ച നമുക്കൊന്ന് കാണാം. ഇതാ ഇപ്പോൾ വീട്. ആ വീടിൻ്റെ ചെറിയൊരു കാഴ്ച നമുക്കൊന്ന് കാണാം. ആളുണ്ടോയെന്ന് അറിയില്ല. ആളുണ്ടെങ്കിൽ ആളെ കാണാം, അല്ലെങ്കിൽ വീടും പരിസരമൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ വീട് ഇതാണ്. അപ്പോൾ ആളുണ്ടോ നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ഈസ്റ്റർ അല്ലേ? ഈസ്റ്റർ. ഓക്കെ. വിഷു അല്ല, എന്നാലും വിഷു ആഘോഷിക്കാം. കിട്ടിയത് ലീവിനാ? ഓക്കെ. അത് ഈസ്റ്ററിനാവും. ഇവിടെ അപ്പച്ചൻ ചേട്ടൻ ഉണ്ട് ഇവിടെ. അപ്പച്ചൻ ചേട്ടൻ ചോദിച്ചു നോക്കാം. നാടൻ ഇതെങ്ങനെ കൃഷിയിൽ എങ്ങനെയാണ് ഇതിന്റെ എങ്ങനെ ഏകദേശം വരുന്നത്? നമുക്ക് ആദ്യം വളം കുറവല്ലേ? വളമെല്ലാം നമ്മളീ പുറത്ത് മേടിക്കുന്നേക്കാളും വളം കുറവല്ലേ? വളം ഇല്ലല്ലോ, നാടനല്ലേ? ജൈവവളം കൂടുതലല്ലേ? ചാണകം അല്ലേ? ചാണകവളം. മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ. ഇതിപ്പോ എത്ര വർഷം കൂടെ കായ്ക്കും ശരിക്കും? എത്ര മാസം? 35 ദിവസം പയറെടുക്കാൻ നോക്കാം അല്ലേ? വിത്തിട്ട് 35 ദിവസം പയറെടുക്കാം. അങ്ങനെയല്ലേ? അങ്ങനെ ആദായം കിട്ടുന്നുണ്ട് അതിനകത്ത്? വരുമാനം നല്ല കുഴപ്പമൊന്നുമില്ല. എത്ര? 300 കിലോ പയർ കൊടുത്തു. ഓക്കെ, ഈ വീടിന്റെ ഇടുന്ന് മാത്രം അല്ലേ? ഈ കൃഷി മാത്രം. എന്നാ നല്ലൊരു ഇതല്ലേ? അപ്പോ ഇവിടെ എത്ര വർഷം ശരിക്കും? ഇവിടെ ഇപ്പം 9 വർഷമായിട്ടുള്ളൂ. 9 വർഷമായി. അങ്ങനെ കൃഷി മേഖലയിൽ ആദ്യം ഉണ്ടോ? അല്ല, കുറെ വർഷം മുന്നേ? ആറളം ഫാമിൽ മുതലേ ഉണ്ടല്ലേ? എത്ര വർഷമായി ടോട്ടൽ ഇപ്പം കൃഷി ഫീൽഡ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട്? കുറഞ്ഞ് ഒരു 5-6 വർഷമായിട്ടുള്ളൂ. 5-6 വർഷം. അങ്ങനെ സ്ഥലം. പോത്തിന്റെ കൃഷിയിലുണ്ട് ഉണ്ടല്ലോ? ബാക്കിലുണ്ട്, പറമ്പിലുണ്ടല്ലേ? അങ്ങനെ ഒരു വലിയ കൃഷിക്കാരനാണ് നമ്മളങ്ങനെ പരിചയപ്പെട്ട. നമ്മളെ സുധീലക്ഷ്മിന്റെ വീടിലാണ് നിൽക്കുന്നത് അല്ലെ? ആ ആക്ട്രസ് നിൽക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോ അല്ലേ? ആക്ട്രസ് വീട് എന്ന് പറയുമ്പോ അത് അതെ കൃഷി. ആ വീട് തന്നെ ഇപ്പൊ നിൽക്കുന്നത്. അവിടുത്തെ പറമ്പിലാണ് ഈ കൃഷി നടത്തുന്നത്. അത് വലിയ അത്ഭുതം തന്നെയാണ്. അപ്പോൾ അപ്പച്ചൻ ചേട്ടനെ പോലത്തെ ഒരാളെ കണ്ടുപിടിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അല്ല ഇപ്പൊ എന്ന് വെച്ചാൽ കൃഷി ഈ ഒരു ഫീൽഡിലൊക്കെ ആൾക്കാർ വളരെ കുറവല്ലേ? കൃഷി ഫീൽഡിലൊക്കെ ഇപ്പൊ എല്ലാവരും പഠിച്ച് വലിയ ജോലികളും. അപ്പൊ കൃഷി എന്നുള്ള ഫീൽഡ് നമ്മളെ കേരളത്തിൽ വളരെ കുറവല്ലേ? പുറത്തുനിന്നല്ലേ? അന്യനാട്ടിൽ നിന്നല്ല. അതെല്ലാം എന്ന് വെച്ചാൽ അതെ അതല്ലേ ചെയ്യുന്നത്. നമ്മള് ആൾക്കാർ കുറവല്ലേ? അപ്പം അപ്പച്ചൻ ചേട്ടനെ പോലെ ഒരു നല്ലൊരു വലിയൊരു അതെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കാമല്ലോ അല്ലെ? അതൊരു വലിയൊരു വളം ഇടുന്നില്ല. നമുക്ക് ശരീരത്തിന് വലിയ കേടില്ലാത്ത നല്ല. അപ്പോൾ എല്ലാവരും പയറുകളും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ പയ്യാവൂരെ തന്നെ നമ്മളെ ചുണ്ടപ്പറമ്പുള്ള നമ്മളെ അപ്പൻ ചേട്ടനെ ബന്ധപ്പെട്ടായി.
അപ്പച്ചൻ ചേട്ടനെ ബന്ധപ്പെട്ടായി. അപ്പോൾ നല്ല പയറുകളും ഒക്കെ എല്ലാം കിട്ടും. ഓക്കെ, നമ്മുടെ സുഹൃത്തിന്റെ കപ്പയാണ് മോള് ഭാഗം. ഓക്കെ. അപ്പോൾ മുകളിലുണ്ട്. അങ്ങനെ നമുക്ക് വേണം കാണാം. ജസ്റ്റ് കളയാം. ഏതായാലും ആക്ട്രസ് സുധിലക്ഷ്മിന്റെ വീട്ടിൽ നമുക്ക് ഇതാണ് ഇത്രയും അല്ലേ പറമ്പിൽ ഇത്രയും കൃഷി നടത്തുന്ന വലിയൊരു അപ്പച്ചൻ ചേട്ടൻ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ ഓക്കെ, ബൈ. എങ്ങനെ ആളെ നല്ല പരിചയമില്ലല്ലേ? സുധീഷ് മേച്ചിനെ നല്ല പരിചയമല്ലേ? നല്ല പരിചയമല്ലേ? ഇപ്പം വന്നിട്ട് ആളിപ്പം അടുത്ത് വന്നിരുന്നോ? അടുത്തങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ചായി അല്ലേ? അമ്മയും വലിയ നടിയാണ്, ആക്ട്രസ് ആണ്. അമ്മയും മോളും രണ്ടാളും. അതെ, ഇപ്പം ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ബിഗ് ബോസിൽ വരലുണ്ട്. ചാച്ചൻ വരെ ജോസേട്ടൻ വരത്തുണ്ട്. ഓ അങ്ങനെ. ഇപ്പം കുറേ വരാത്ത, എന്നാലും ഏകദേശം എത്ര വർഷം? ഒരു വർഷമായോ? ഒരു വർഷത്തോളമായി അല്ലേ? ഇപ്പൊ എറണാകുളം താമസം, സ്ഥിരതാമസം. ഓക്കെ ഓക്കെ. അപ്പൊ മോളെല്ലാം വന്നിരുന്നോ ചേച്ചി? സുധീഷ് കല്യാണത്തിന് വന്നിരുന്നു അല്ലേ? ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. അങ്ങനെ. പിന്നെ വേറെ എന്തെങ്കിലും വരവ് കുറവാ അല്ലേ? നല്ലൊരു ആളല്ല, നല്ലൊരു സ്നേഹമല്ല. എല്ലാവരും വന്നു കഴിഞ്ഞാൽ നല്ല സ്നേഹവും. അതെ 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 അതെ. നമുക്ക് തന്നു അല്ലേ? നമുക്ക് അങ്ങനെ സ്വന്തം പോലെ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. വെച്ചാൽ നല്ലൊരു കൃഷി തോട്ടവും എല്ലാം ആക്കി നല്ല ആൾക്കാർ നല്ല രീതിയിൽ നോക്കുന്നുമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. അതെ 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 അതെ, എപ്പോഴും അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ വീഡിയോ ചെയ്യാൻ സഹായിച്ചു, നന്ദി. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പോൾ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു. ഞാനപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവരും നല്ലൊരു സ്വഭാവമാണ്. അടുത്ത ചേച്ചിമാരും ഏട്ടന്മാരും എല്ലാവരും നല്ല സ്വഭാവമാണ്. നല്ല രീതിയിൽ എന്നുവെച്ചാൽ നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ ബാക്കിൽ കാണുന്ന തന്നെയാണ് കേട്ടോ വീട്. ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആളിപ്പം എറണാകുളത്താണ് ഉള്ളത് പോലും. അങ്ങനെ പറഞ്ഞത് അമ്മയും സുധിലക്ഷ്മി ചേച്ചിയും എല്ലാവരും. അമ്മയും വലിയൊരു നടി കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ വീടും ചുറ്റുപാടൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. നമുക്ക് പിന്നെ ഒരു ദിവസം കാണിക്കാം. ആളുണ്ടെങ്കിൽ ആളെ നേരിട്ട് കാണാം ഒരു ദിവസം. അപ്പോൾ ഇവിടെ ഒരു വർഷത്തെ ഒരിക്കലാണ് വരാറെന്ന് പറഞ്ഞത്. എപ്പോഴെങ്കിലും വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ കുത്തിപ്പിടിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ കാത്തിരിക്കുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ.